ഏഴു നക്ഷത്രം വലങ്കയിൽ പിടിച്ചു, ഏഴു രാജാമുടി ശിരസതിൽ വഹിച്ചു, ഏഴു പൊന്നില വിളക്കുകളതിന്നടുവിൽ എഴുന്നള്ളി വന്നു നീ. പ്രൈസ് ഗോഡ്. നമ്മുടെ കർത്താവ് 7 രാജമുടികളോടുകൂടി 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ടാണ്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള ഒരു കർത്താവ്, ഇഫ് ഹി ഓപ്പൺസ് എ വേ, ഹൂ ക്യാൻ ക്ലോസ് ഇറ്റ്? ഇഫ് ഹി ക്ലോസ് ഇറ്റ്, നോ വൺ ക്യാൻ ഓപ്പൺ ഇറ്റ് ഓൾസോ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവൻ തുറന്നാൽ അത് ആരടയ്ക്കും? അവൻ അടച്ചാൽ ആര് തുറക്കും? ഹല്ലേലൂയ. റെവലേഷൻ 3-ാം അധ്യായത്തിൽ പറയുന്നു, ആർക്കും തുറക്കുവാൻ പറ്റത്തില്ല. കർത്താവ് ഒരു വാതിൽ അടച്ചു കഴിഞ്ഞാൽ, കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അത് ആർക്കും അടയ്ക്കുവാനും പറ്റത്തില്ല. നമ്മുടെ പല ജീവിത സാഹചര്യങ്ങളിൽ പലതും ലഭിക്കാതെ ഇരിക്കും, അല്ലെങ്കിൽ ആ ഡോർ നമുക്ക് മുമ്പിൽ ക്ലോസ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ക്ലോസ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഭൗതികമായിട്ടുള്ള നമ്മുടെ ബുദ്ധി രീതിയിലുള്ള നമ്മുടെ മറ്റു മനുഷ്യരെ കൊണ്ടൊക്കെ ആ ഡോർ തുറക്കുവാനായിട്ട് ശ്രമിക്കും. എന്നാൽ കർത്താവാണ് അത് അടച്ചതെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു രാജ്യത്തിനോ ഒരു പണം കൊണ്ടോ ഒരു ബുദ്ധിക്കോ സാധിക്കത്തില്ല ആ ഡോർ തുറക്കുവാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര മാത്രം ശ്രമിച്ചാലും നോ, യു വിൽ ഫെയിൽ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. കാരണം കർത്താവാണ് അത് അടച്ചത്. അതിനാൽ ദൈവം അടച്ച ഒരു വാതിലിനെ ദൈവമല്ലാതെ പ്രാർത്ഥിച്ചല്ലാതെ തുറക്കുവാനായിട്ട് ശ്രമിക്കരുത്. നിങ്ങൾ ഏത് വേറെ പ്രാർത്ഥിക്കുന്നിടത്ത് പോയാലും, വേറൊരു മതത്തിൽ പോയാലും, ഏതൊരു വിഗ്രഹാരാധനയോ പൂജയോ എന്തൊക്കെ ചെയ്തുകൊണ്ട് ഈ പ്രശ്നത്തെ അല്ലെങ്കിൽ ഈ രോഗത്തെ മറികടക്കണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എത്ര ശ്രമിച്ചാലും കർത്താവ് യേശു ക്രിസ്തുവാണ് അത് അനുവദിച്ചിരിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ജയിക്കത്തില്ല. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവനൊരു വാതിൽ അടച്ചാൽ ആർക്കും അത് തുറക്കുവാനായിട്ട് സാധിക്കത്തില്ല. ഒരുപക്ഷെ നമുക്ക് ഒരുപാട് റിസോഴ്സസ് കാണും, നമ്മൾ വലിയൊരു സമ്പത്തിൻ്റെ ഉടമയായിരിക്കും, അല്ലെങ്കിൽ നമ്മളൊരു പൊസിഷൻ, അല്ലെങ്കിൽ നമുക്ക് മാനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണും. അതുകൊണ്ട് നമ്മൾ ഓർക്കും നമ്മൾ വലിയ ആൾക്കാരായിരിക്കും, നമുക്ക് എന്ത് വന്നാലും നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിച്ചെന്നിരിക്കും. എന്നാൽ കർത്താവാണ് ഒരു വാതിൽ നമുക്ക് വേണ്ടി അടച്ചോ അല്ലെങ്കിൽ തുറന്നോ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് നമുക്ക് അതിനെതിരായിട്ട് അടയ്ക്കുവാനോ തുറക്കുവാനോ ഈ ലോകത്തിലോ ഈ പ്രപഞ്ചത്തിലോ സാധിക്കത്തില്ല. കാരണം കർത്താവ് സർവാധികാരിയാണ്. അതിനാൽ നമുക്ക് മുമ്പിലുള്ള പ്രശ്നങ്ങളെ നേരിടേണ്ടത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് മാത്രമേ അത് സാധിക്കത്തുള്ളൂ. അത് ദുഷ്ടനാണ് നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ അടച്ചത് എങ്കിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ആ സാന്നിധ്യത്തിൽ ഇരുന്ന് കർത്താവിനോട് കരുണയാണേ അപ്പാ എന്ന് പ്രാർത്ഥിച്ച്, കൃപയാണേ അപ്പാ എന്ന് പ്രാർത്ഥിച്ച്, ദൈവത്തിൻ്റെ കഴിവിലും കൃപയിലും മാത്രമേ നമുക്ക് നമ്മളുടെ ആ പ്രശ്നത്തെ നേരിടുവാനായിട്ട് പറ്റത്തുള്ളൂ. ഞാൻ ഒരു കഥയായിട്ട് പറയുകയാണെങ്കിലും, എൻ്റെ കുഞ്ഞു സമയത്ത് അവർ രണ്ടുപേരും കൂടി ബെഡിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ സിംബ എന്നുള്ള സിനിമ കണ്ടിട്ട് ഇങ്ങനെ ഷൂ 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 എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വെടിവെക്കുന്ന രീതിയിൽ അവരങ്ങനെ, ആൺകുട്ടികളായതുകൊണ്ട് അവർ രണ്ടുപേരും ഇങ്ങനെ വെടിവെക്കും. സിംബ വരും, നമ്മളങ്ങനെ വെടിവെക്കും, സിംബായെ വെടിവെക്കുന്ന അവർ ശരിക്കും ഭയങ്കര ഒരു ശക്തിമാന്മാരെന്ന രീതിയിലാണ് അവർ അന്നേരം അങ്ങനെ ആക്ട് ചെയ്യുന്നത്. കാരണം അവർ അതേ രീതിയിലാണ് അവരതിലങ്ങ് വിശ്വസിച്ച്, ഒരു സിംബ വരുമ്പോൾ ഞാൻ അങ്ങനെ അങ്ങ് വെടിവെച്ചു, അവന് സിംബയെ അങ്ങ് കൊല്ലും, ആ സിംഹത്തെ കൊല്ലുന്ന ആ ശക്തിയിലും ആ ധൈര്യത്തിലുമാണ് അവിടെ ഇരിക്കുന്നത്. ആ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് അതിലെങ്ങാണ് ഒരു പാറ്റ പോവുകയാണെങ്കിൽ ആ ബെഡിൽ നിന്ന് അവർ വലിഞ്ഞ് ഇറങ്ങിയിട്ട് അപ്പാ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്നു വരും. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നിനക്ക് എന്തെല്ലാം കാണും, നീ ശക്തിമാനാണെന്ന് നമ്മുടെ റിസോഴ്സസ് കൊണ്ട് നാം സ്വയം അങ്ങ് ധരിക്കും. പക്ഷെങ്കിൽ യഥാർത്ഥമായിട്ടൊരു പ്രോബ്ലം വരുമ്പോഴാണ് മനസ്സിലാകുന്നത് നീ ആരുമല്ല. നിന്റെ റിസോഴ്സസോ നിന്റെ കഴിവോ നിന്റെ മിടുക്കോ നിന്റെ പൊസിഷനോ ഒന്നും, നിന്റെ കൂടെയുള്ള ആൾക്കാരൊന്നും നമ്മെ സഹായിക്കാൻ പറ്റാത്തൊരു പ്രോബ്ലം വരുമ്പോൾ അത് ചെറിയൊരു പാറ്റയായിരിക്കും. അപ്പോഴും ദൈവസന്നിധിയിൽ ഓടിയെടുത്താൽ അവിടെ പ്രിയ ദൈവപൈതലേ, നിനക്ക് കൃപ കിട്ടും, നിനക്ക് സഹായം കിട്ടും. എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? ഉയരങ്ങളിൽ നിന്ന്. ഞാൻ ആശ്രയിച്ചിരിക്കുന്ന എൻ്റെ ദൈവത്തിൽ നിന്നും മാത്രമേ എനിക്ക് സഹായം വരത്തുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെയും അവിടെയും അല്ല ദൈവത്തിൻ്റെ കൃപ, യേശു കർത്താവിൻ്റെ സന്നിധിയിൽ മാത്രമാണ്. ഹല്ലേലൂയ. അവൻ ഏക മധ്യസ്ഥൻ. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അവനൊരു വാതിൽ തുറന്നല്ലത് ആർക്കും അടയ്ക്കുവാൻ പറ്റത്തില്ല. ആ കർത്താവ് നമ്മുടെ മുമ്പിൽ ഒരു വാതിൽ തുറന്നാലോ, ഹല്ലേലൂയ, അത് ആർക്കും അടയ്ക്കുവാനായിട്ട് സാധിക്കത്തുമില്ല. ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ
അവരെൻ്റെ ഏജ് നോക്കിയില്ല, അവരെൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കിയില്ല, അവരെൻ്റെ രൂപമോ സൗന്ദര്യമോ നോക്കിയില്ല, എൻ്റെ ലാംഗ്വേജ് നോക്കിയില്ല, എൻ്റെ ആക്സെൻറ്റ് നോക്കിയില്ല. കർത്താവായിട്ട് അവൻ എനിക്ക് വാതിൽ തുറന്നതുകൊണ്ട് എന്നെക്കാട്ടിൽ ക്വാളിഫിക്കേഷനുള്ള നല്ല ഇംഗ്ലീഷും ആക്സെൻറ്റും ഒക്കെയുള്ള എന്നെക്കാട്ടിൽ പഠിച്ച ആൾക്കാർ അവിടെ വന്നപ്പോഴും എന്നെയാണ് സെലക്ട് ചെയ്തത്. കാരണം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയതാണ്. അതിനാൽ നമ്മുടെ ഒരു കഴിവിനും നമ്മുടെ ഡോറിനെ അടയ്ക്കുവാൻ സാധിക്കത്തില്ല. അത് ലഭിച്ചു കഴിഞ്ഞപ്പോഴും ഇനിയും അത് മുന്നോട്ട് പോകുവാൻ എങ്ങനെയാണെന്ന് ഞാൻ ചിന്തിച്ചിരിക്കുന്ന സമയങ്ങളിലൊക്കെയും ദൈവമാണൊരു വാതിൽ തുറന്നതെങ്കിൽ ബാക്കി എന്തൊക്കെയാണ് നടക്കേണ്ടതെന്നും എന്നെ നടത്തേണ്ടത് എങ്ങനെയെന്ന് ദൈവത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു. പ്രൈസ് ഗോഡ്. സോ ട്രസ്റ്റ് ഇൻ ഗോഡ്. വിക്കനായ മോശയെ ആ അത്രയും വലിയ ജനത്തിൻ്റെ മുമ്പിൽ ഇറക്കി വിട്ടു നയിക്കുവാൻ വേണ്ടിയിട്ട്. കൊട്ടാരത്തിലൊക്കെ പോയപ്പോൾ വിക്കനായ മോശ അവിടെ രാജാവിനോട് സംസാരിക്കുകയാണ്. അവിടെയൊക്കെ ദൈവത്തിൻ്റെ കൃപയുള്ളത് കൊണ്ട് മാത്രമാണ് ആ മോശയ്ക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യുവാൻ വേണ്ടിയിട്ട് ആ ജനത്തെ നയിക്കുവാൻ വേണ്ടിയിട്ടുള്ള കൃപ ദൈവം കൊടുത്തു. അതിനാൽ നിനക്ക് മുമ്പിൽ വന്ന ഡോറുകൾ അയ്യോ ഇനി അടഞ്ഞു പോകുമോ, മറ്റൊരു പലതും പറഞ്ഞ് അതിനെ അടച്ചു കളയുമോ എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ദൈവമാണ് നിന്റെ മുമ്പിൽ വഴി തുറന്നതെങ്കിൽ ഒരു മനുഷ്യൻ ഒരു ചെറുവിരലിനും ഒന്നും നിനക്കെതിരായിട്ട് അനക്കുവാനായിട്ട് സാധ്യമല്ല. പ്രൈസ് ഗോഡ്. അതിനാൽ യേശു കർത്താവിൽ യു ട്രസ്റ്റ്, കീപ് ട്രസ്റ്റിംഗ് ഇൻ ഗോഡ് ജീസസ്. ഹല്ലേലൂയ. ഹീസ് ഇനഫ് ഫോർ യു. ഹീസ് ഓസം. ഹീസ് ആൻ ഓസം മൈറ്റി ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഗോഡ് ബ്ലെസ് യു.